പിന്നെ മേരിക്കുഞ്ഞിന്റെ കാര്യമാണെങ്കിൽ രാവിലെ തന്നെ പള്ളിയിലാ. പിന്നെ 10ാം ക്ലാസ് പഠിത്തമുണ്ടേ, അതുപോലെ. എന്നാ പിന്നെ കുട്ടിയെ വിളിക്കാം. വിളിക്കാം മേരിക്കുഞ്ഞെ വിളിക്കാം. മേരിക്കുഞ്ഞ മീൻ കച്ചവടമായിരുന്നു ഇതിനു മുമ്പേ. വരുന്നുണ്ട്, ചായയും വരുന്നുണ്ട്, മേരിക്കുഞ്ഞും വരുന്നുണ്ട്. നോക്ക് ഇനി കണ്ടില്ല എന്ന് പറയുന്നത് എന്നെയല്ല, അവിടെ. എന്നാ പിന്നെ കാര്യങ്ങളിലേക്ക് കിടക്കാല്ലേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലേ? അതല്ല, കൊറേ വിരുന്നാലുണ്ടല്ലോ ഒന്ന്. എന്താ മേരിക്കുഞ്ഞ വിശേഷം? ഓ, നിറയെ പലഹാരങ്ങളുണ്ടല്ലോ അത്. നിൽക്കുന്നേ. നീ ആ ശാന്തനെ അമ്പേനെ മാത്രം കൊണ്ടാടുന്ന മതിയടാ. നല്ല എരിവും പുള്ളിയുള്ള കൊച്ചു ത്രേസേ കൂടെ ഉള്ളപ്പോ നമ്മള് കൊക്കിലോ അങ്ങനത്തെ കൊത്താറല്ലോ. സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. സീസറിനാണോ ദൈവത്തിനാണോന്ന് ഞാനൊന്ന് നോക്കട്ടെ. മുതലാളിക്കുള്ളത് മുതലാളിക്ക് തന്നെയാ. ആർക്ക് വേണ്ടിയാടി ഈ മാദക ശരീരം ഇങ്ങനെ കെട്ടിപ്പോയി നടക്കണേ? നിന്നെ എനിക്കിഷ്ടമാ. എന്താ വേണ്ടച്ച പറഞ്ഞാ മതി. പണമാ പൊന്ന എന്തു വേണേലും. കാക്കാശിന് മടിക്കു തഴിക്കുന്ന ഒരുപാട് പേരെ നീ കണ്ടിട്ടുണ്ടോ? ആ കളി ത്രേസ്യോട് വേണ്ട. ആർക്കാ കിട്ടിയ? സീസറിനോ അതോ മുതലാളിക്കോ? നിന്റെ തന്തയ്ക്ക്. എന്താ ഈ വെടികൊണ്ട മതിയെ കൊണ്ട് പോയി നോക്കാം. വെക്കണം. എന്തുട്രാ ചാവാൻ ഇത്ര ധൃതിയാ? അതല്ല, ചാപാൻ തയ്യാറായിട്ട് ഏർപ്പായി വന്നിട്ടുള്ളത്. ഇറങ്ങി വാരേ. ഞാനീ കാണുന്നത് നിർത്തണം. അഭിനയിച്ചേ വന്ന് കവലി കിടന്ന് നീ അടി കൂടാൻ തുടങ്ങിയ? ഏയ്, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അമ്മച്ചേ. നടു റോഡിൽ കിടന്ന് തല്ലുകൂടാ. കൊച്ചുകുട്ടിയാണെന്ന വിചാരം? പോത്ത് പോലെ വളർന്നില്ലേ? പ്രായപൂർത്തിയായി ഒരു പെങ്ങളെ കൊച്ചുള്ള കാര്യം ഓർത്തില്ല? ആർക്കും വേണ്ടാത്ത 3-4 ജന്മങ്ങൾ ഇവിടെയുണ്ട്, അതുപോലും ഓർത്തില്ലല്ലോ. കൊച്ചുറേസിനെ ഉപയോഗിച്ചു കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അമ്മച്ചേ, ഇനി എന്തൊക്കെ പുകിലാണോ ഉണ്ടാവാൻ പോകുന്നത്? ഒന്നിനും മടിക്കാത്ത ശവങ്ങളാ. മഴയ്ക്ക് മുമ്പ് ഇതൊക്കെ വെട്ടിക്കീറിയില്ലെങ്കിലേ അടുക്കി വെക്കാൻ വേറെ ആളെ നോക്കേണ്ടി വരും. ഇതൊക്കെ ഞാൻ 2 ദിവസം കൊണ്ട് തീർത്ത് തരില്ലേ ചേച്ചി? ഓ, എന്തൊരു ചൂട്.
മുഴുവൻ ചുള്ളിക്കമ്പുകളാ. എന്താർപ്പായേ വിറവ് കയറി മടുത്തോ? ഇതൊക്കെ മടുത്താ പിന്നെ പള്ളം അറിയണ്ട സാറേ. ഈ ഉടുപ്പൊക്കെ ചീത്തയായില്ലേ? ദാ, ഇത് വെച്ച്. അല്ല, നീ ഇന്നലെ തൊമ്പിയുടെ അടപ്പിളക്കെന്ന് കേട്ടു. എത്ര നെച്ച സഹിക്കണ്ട സാറേ, കൊടുത്ത അങ്ങോട്ട് 2 ഞാൻ. ആ, അതെന്തായാലും നന്നായി. പക്ഷെ നീ കുറച്ച് സൂക്ഷിക്കണം കേട്ടോ. ആ കലി സാഹിബേ കുറച്ച് കൂടിയാനാ. അഞ്ഞ സാഹിബിനൊന്നും ചെയ്തില്ലോ. കൊച്ചുറേശി സാറൊക്കെ എന്റെ ജീവനാ. അവർക്ക് എന്തെങ്കിലും പറ്റിയാ പിന്നെ എങ്കി പിന്നെ കൂടെ കൂട്ടിക്കൂടെ? ഇത് നിറയ്ക്കാൻ ഞാൻ പറഞ്ഞ പാട് എനിക്ക് തന്നെ അറിയാം. എന്നിട്ടാണ് പിന്നെ കൊച്ചു ത്രേസ്യ. കഴിഞ്ഞ ദിവസം പെണ്ണാണാൻ വന്നവരുടെ വിവരം വല്ലതറിഞ്ഞോ? ഒന്നും പറഞ്ഞു കേട്ടില്ല. അത് വെറുതെ. ഇത് 7ാമത്തെ ആലോചനയല്ലേ, ഇതെന്തായാലും നടക്കും. അല്ലേലും കുറെ ദൂരെ നിന്നുള്ള ആലോചന വേണ്ടാന്ന് തന്നെ എനിക്കും. അത് ശരിയാ, കുറെ ദൂരേക്ക് പോയാ എന്റെ ഈ പൊന്നുംകുടത്തിനെ കാണാൻ കിട്ടില്ലല്ലോ. ഇത്രയൊക്കെ പറയാൻ വല്ല നടന്നിട്ട് വേണ്ടേ? അതൊക്കെ നടക്കും. മാറാ സാഹിബേ, നിങ്ങളുടെ ഒരുപാട് ചോറ് എന്റെ പള്ളേ കിടക്കുന്നുണ്ട്. അതിനൊരുപാട് നന്ദിയുണ്ട്. പക്ഷേ അവറ്റകളെന്റെ ചങ്ക. അതീ കേറി കളിച്ച എർപ്പായിക്ക് പൊള്ളും. എനിക്ക് പൊള്ളിയ നിന്റെ ഞാൻ ചുടും. ഈ കളി ഇവിടെ വെച്ച് നിർത്തിക്കോണം സാഹിബേ, ഇല്ലെങ്കിൽ എന്താടാ അന്നൊരു പോക്ക് പോയിട്ട് പിന്നെ ഇന്നാണല്ലോ നിന്നെ കാണുന്നേ? അയ്യോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മേരിക്കുഞ്ഞിന് വേണ്ടി കല്യാണം ആലോചിക്കാൻ ഇനി എന്നോട് പറഞ്ഞേക്കരുത്. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? എന്താടാ അവര് പറഞ്ഞേ? അവര് പറഞ്ഞ പോലെ പറഞ്ഞ എന്തായാലും കാര്യം പറ. ഒരു തീറ്റിപ്പണ്ടാരത്തിന്റെ പെങ്ങളെ അവർക്ക് വേണ്ടാന്ന്. ഇതും കൂടെ കൂട്ടി ഇത് 7ാമത്തെയാ. ദൈവത്തെ ഓർത്ത് ഇനി ഈ കേസ് എന്നോട് പറയരുത്. ഉള്ളതെല്ലാം വെറ്റിപ്പെറുക്കിയിട്ടാണെങ്കിലും കെട്ടിച്ചു വിടാമെന്ന് വിചാരിച്ച അതിന് സമ്മതിക്കില്ല. എണ്ണം കെട്ടവൻ. പിരിച്ചതല്ലേ കിട്ടുള്ളൂ അമ്മച്ചി. എനിക്കതിൽ വലിയ